വെൽക്കം ടു ഗ്യാലന്റ് ഐഎസ്. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ പ്രിലിംസ് ദുരന്തറിനെ പറ്റിയാണ്. ഒരു ലാസ്റ്റ് സ്റ്റോപ്പ് സൊല്യൂഷൻ എന്ന രീതിയിൽ. ഓക്കെ, നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റക്ക് ആയിരിക്കുവാണോ? അതല്ലാതെ റിവിഷൻ നല്ല രീതിയിൽ നടക്കുന്നില്ല. ഓക്കെ, അതല്ലാതെ നിങ്ങളുടെ സ്ട്രാറ്റജി വർക്കൗട്ട് ആവുന്നില്ല, നിങ്ങൾക്ക് സ്കോർ അല്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് ഫെച്ച് ചെയ്യാൻ സാധിക്കുന്നില്ല. ഇതിനെല്ലാം സൊല്യൂഷനായിട്ട് ഞങ്ങൾ കൊണ്ടുവന്നൊരു പ്രോഗ്രാമാണ് പ്രിലിംസ് ദുരന്തർ. ഓക്കെ, വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്കിന്ന് അതിൻ്റെ കമ്പോണൻറ്റ് സംസാരിക്കാം. സോ വെൽക്കം ജസ്റ്റിൻ സാർ, നമ്മുടെ പൊളിറ്റി ഫാക്കൽറ്റിയാണ്. സോ എന്താണ് സാർ ഒരു ഇനീഷ്യൽ ഒരു പ്രൈമഫേഷ്യൽ ലുക്ക് എന്ന രീതിയിൽ എന്താണ് പ്രിലിംസ് ദുരന്തർ? പ്രിലിംസ് ദുരന്തരം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് ഓരോ ടോപ്പിക്സും, ഞാൻ വാക്ക് ഉപയോഗിക്കുന്ന ടോപ്പിക്സ് ആണ്, ടോപ്പിക്സിലൂടെ നമ്മൾ സബ്ജക്ട്സ് കവർ ചെയ്യുകയാണ്. അപ്പോൾ ഇനീഷ്യലി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏൻഷ്യൻ മിഡീവൽ ആർട്ട് ആൻഡ് കൾച്ചർ വെച്ചിട്ടാണ്. അപ്പോൾ ജനറലി ഈ ഒരു മന്തിലെ ആസ്പിരൻസ് ഒക്കെ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് നമ്മുടെ പോളിറ്റി എക്കണോമി പോലുള്ള വിഷയങ്ങളൊക്കെ അവർ എന്ത് ചെയ്തിട്ടുണ്ടാവും, ബെയർലി കവർ ചെയ്തിട്ടുണ്ടാവും. അവർ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ വരുന്നത് ഏൻഷ്യൻ മിഡീവൽ ആയിട്ട് ആർട്ട് ആൻഡ് കൾച്ചറായിട്ട് ബന്ധപ്പെട്ട ലാസ്റ്റ് മിനിറ്റിൽ എങ്ങനെ കൺസോൾഡേറ്റ് ചെയ്യണം എന്നുള്ള പ്രോബ്ലംസ് ഒക്കെയാണ് അവർ ഫേസ് ചെയ്യുക. ഇനീഷ്യലി ലെറ്റ്സ് ടേക്ക് 5-6-7 ഡേയ്സ് ടു കംപ്ലീറ്റ് ഓഫ് ഏൻഷ്യൻ മിഡീവൽ ആർട്ട് ആൻഡ് കൾച്ചർ. സോ ബൈ ഒരു 2 ആഴ്ച കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് അത് കവർ ചെയ്യാൻ പറ്റും. ഒപ്പം സയൻസ് പോലുള്ള വിഷയങ്ങൾ നമ്മൾ ഇനീഷ്യലി സയൻസും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഓവർലുക്ക്ഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. വളരെ ഈസി ആയിട്ട് സെഗ്രിഗേറ്റ് ചെയ്ത് പഠിക്കുന്നതിന്റെ ഒരു ഇഷ്യൂ മാത്രമാണ് നമുക്ക് എന്തുള്ളൂ ഈ സയൻസിന്റെ കേസിൽ നമുക്ക് ഇതായിട്ട് വരുന്നുള്ളൂ. അപ്പൊ അതിനെ വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് 6-7 സെക്ഷൻസിലായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസിന്റെ ആസ്പെക്ട്സിൽ നിന്നുകൊണ്ട് നമ്മൾ അത് കവർ ചെയ്യുന്നു. രണ്ടാമത്തെ ഘട്ടത്തിൽ ഏപ്രിൽ മന്തിലേക്ക് ആകുമ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ ബേസിക് സബ്ജക്ട്സിലേക്ക് പോവാണ്. പൊളിറ്റി, എക്കണോമി, അതുപോലെ ജോഗ്രഫി. ഫണ്ടമെന്റൽ നമ്മളൊരു എക്സാം ക്വാളിഫൈ ചെയ്യണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കുന്ന ഈ 3 സബ്ജക്ട്സ്. ശരിയാണ്, ബാക്കിയുള്ള സബ്ജക്ട്സ് ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ നമുക്കൊരു എക്സാം ഹാളിൽ കയറുമ്പോൾ, നിങ്ങൾ എക്സാം എഴുതുന്നതാണ്, ഒരു 3-4-5 വർഷമായിട്ട് നമ്മൾ എക്സാം എഴുതും, നമ്മൾ കാണുന്നത് എന്താണ്, ഏതൊരു എക്സാം വന്നാലും അതിന്റെ ബേസിക് എലമെന്റ് എവിടെ നിന്നായിരിക്കും വരിക? പൊളിറ്റി, എക്കണോമി, ജോഗ്രഫി. അപ്പൊ അതിന്റെ ബേസിക്സ് കോർ സബ്ജക്ട്സ് കൺസോൾഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 4 നമ്മളൊരു 10-20 ഡേയ്സ് കീപ്പ് അപ്പ് ചെയ്യുന്നു. നമ്മൾ ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ ഓവർലുക്ക് ചെയ്യുന്ന സബ്ജക്ട്സ്, നമ്മൾ ഏൻഷ്യൻ മിഡീവൽ ആർട്ട് ആൻഡ് കൾച്ചർ, സയൻസ് പോലുള്ള സബ്ജക്ട്സ് നമ്മൾ എന്ത് ചെയ്യുന്നു, കവർ ചെയ്യുന്നു. രണ്ടാമതായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, വളരെ ഫണ്ടമെന്റലി ബേസിക് ആയിട്ടുള്ള കോർ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്ട്രെങ്തൻ ചെയ്യുന്നു. അതിപ്പോൾ പലർക്കും പല രീതിയിലായിരിക്കും. ചിലവർക്ക് അത് ആദ്യമായി ഒരു അറ്റംപ്റ്റ് കൊടുക്കുമ്പോൾ അത് ഇനീഷ്യലി നമ്മൾ എന്ത് പഠിക്കണം, ഏത് പഠിക്കണം എന്നുള്ളതായിരിക്കും. ചിലവർക്ക് അത് റിവിഷൻ മോഡിലായിരിക്കും. ഒരു ലാസ്റ്റ് ഫില്ലർ എന്ന രീതിയിലാണ് നമ്മൾ ഇതിലേക്ക് പോകുന്നത്. ചെറിയ എലമെന്റ്സ്, ഫോർ എക്സാമ്പിൾ മോഡേൺ ഇന്ത്യ, അതുപോലെ തന്നെ എൻവിറോൺമെന്റ്, അതുപോലെ തന്നെ ഇന്റർനാഷണൽ റിലേഷൻസ്, അല്ലെ പ്ലേസസ് ഇൻ ന്യൂസ്, സ്കീംസ്, ഇതായിട്ട് ബന്ധപ്പെട്ട കവറേജ് വരുന്നത്. അതൊന്നും അൺഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സബ്ജക്ട്സ് അല്ല. യെറ്റ് പ്രയോറിറ്റി അനുസരിച്ച് നമുക്ക് ഫില്ലർ ആയിട്ട് വരുന്ന സബ്ജക്ട്സ്. അങ്ങനെ ഒരു 3 സ്റ്റെപ്പ് പ്രോസസ് ആയിട്ട് ആദ്യം നമ്മൾ ഓവർലുക്ക് ചെയ്യുന്ന സബ്ജക്ട്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, കവർ ചെയ്യുന്നു. രണ്ടാമതായിട്ട് നമ്മൾ അതിന്റെ കോർ ഫണ്ടമെന്റൽ ബേസിക്സ് നമ്മൾ എന്ത് ചെയ്യുന്നു, സ്ട്രെങ്തൻ ചെയ്യുന്നു. മൂന്നാമതായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഫില്ലർ സബ്ജക്ട്സ് നമ്മൾ കവർ ചെയ്യുന്നു. ഒരു 3 സ്റ്റേജിലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ കവർ ചെയ്ത് ഇരിക്കുന്നു. ഇതാണ് നമ്മൾ ഫണ്ടമെന്റലി പ്രിലിംസ് ദുരന്തരം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതിപ്പോൾ കേൾക്കുമ്പോൾ 3 സ്റ്റേജ് പറഞ്ഞു, പ്രയോറിറ്റി ബേസിൽ നമ്മൾ പറഞ്ഞു. കുറച്ചുകൂടി ക്ലാരിറ്റിക്ക് വേണ്ടി ഇതെങ്ങനെയാണ് നമ്മൾ ഓരോ സബ്ജക്റ്റ് നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്യുന്നത്? ഇപ്പം സയൻസ് ആയിക്കോട്ടെ, ഏൻഷ്യൻ മിഡീവൽ ആയിക്കോട്ടെ, മോഡേൺ ആയിക്കോട്ടെ, ഇത് വലിയൊരു സബ്ജക്റ്റാണിത്. നമ്മളിത് എങ്ങനെ, അതും 50 to 70 ഡേയ്സിനുള്ളിലാണ് നമ്മൾ പ്രോഗ്രാം ഫിനിഷ് ചെയ്യുന്നത്. അറൌണ്ട് 70 ഡേയ്സിനുള്ളിൽ നമ്മൾ കംപ്ലീറ്റ് സിലബസും കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഇൻക്ലൂഡിങ് കറണ്ട് അഫയേഴ്സ്. അപ്പം എക്സാമ്പിൾ ഏതെങ്കിലും ഒരു 1-2 സബ്ജക്റ്റ് എടുത്തിട്ട് എങ്ങനെ നിങ്ങൾ വർക്കൗട്ട് ആക്കും, പ്രാക്ടിക്കലി നിങ്ങൾ എങ്ങനെ ചെയ്യുന്നത്? ലെറ്റ്സ് സ്റ്റാർട്ട് ഫ്രം ദി ഫസ്റ്റ് പാർട്ട്. ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് സയൻസ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. നമുക്ക് സയൻസ് അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 5 ഇതായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം, കോമ്പോണൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. കഴിഞ്ഞ 2-3 വർഷത്തെ പേപ്പറുകൾ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 5 ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഒന്നാമതായിട്ട് ബയോടെക്നോളജി, രണ്ടാമതായിട്ട് നമുക്ക് വന്ന ഡിഫൻസ്, മൂന്നാമതായിട്ട് എനർജി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, 4 സ്പേസ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, 5 ഫ്രോണ്ടിയർ അല്ലെങ്കിൽ ICT ആയിട്ട് ബന്ധപ്പെട്ട ടെക്നോളജി. ഫ്രോണ്ടിയർ ടെക്നോളജീസ് എന്ന് പറയുമ്പോൾ AI, ക്വാണ്ടം ടെക്നോളജീസ് ആയിട്ടുള്ള. സി ദ തിങ് ഇസ്, നമ്മളിത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഈ 5 സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് ആ 5 സെക്ഷൻസിലെ ന്യൂ ഡെവലപ്മെന്റ്സിന്റെ കോർ ടെക്നോളജി, അതിന്റെ ബാക്കിലേക്കുള്ള എന്താണ് അതിന്റെ ഫണ്ടമെന്റൽ, ഇതായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പൊ അല്ലെങ്കിൽ നമ്മൾ പൊളിറ്റി നമ്മൾ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ജനറലി സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ എവിടെ നല്ല സ്റ്റാർട്ട് ചെയ്യേണ്ടത്, പ്രിയാമ്പിൾ, അതുപോലെ തന്നെ ഇത് നല്ല സ്റ്റാർട്ട് ചെയ്യേണ്ടത്. നമ്മുടെ ഫസ്റ്റ് ക്ലാസ് എന്തിനെ പറ്റിയിട്ടായിരിക്കണം, പാർലമെന്റിനെ പറ്റിയിട്ടായിരിക്കണം. കാരണം എസെൻഷ്യലി എന്തുകൊണ്ടാണ്, നമ്മളൊരു
5 6 7 ക്വസ്റ്റ്യൻസ് എവിടെ നിന്നായിരിക്കും വരിക? പാർലമെന്റിൽ നിന്നായിരിക്കും വരിക. സ്ട്രക്ചറൽ ആസ്പെക്ടിലായിരിക്കും എന്ത് വരിക? കൂടുതൽ ക്വസ്റ്റ്യൻസ് വരിക. മറ്റേ പാർട്ട് അൺഇമ്പോർട്ടന്റ് ആവുന്നില്ല, പ്രയോറിറ്റി അനുസരിച്ച് നമുക്ക്. എക്കണോമി എടുക്കുവാണെങ്കിൽ മണി ആൻഡ് ബാങ്കിങ് പോലുള്ള ഏരിയ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇൻഫ്ലേഷനായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ നമുക്കറിയാം റീസെന്റ് നമ്മുടെ ഇൻഫ്ലേഷന്റെ ബേസ് ഇയർ പോലെ കാര്യങ്ങൾ മാറ്റിയിട്ടുണ്ട്. GDP-യുടെ എസ്റ്റിമേഷനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാറ്റിയിട്ടുണ്ട്. സോ അതിൽ എന്താണോ പ്രയോറിറ്റൈസ് ചെയ്തത്, നമ്മൾ ആ കൺസെപ്ഷ്യൽ ബേസിസിന്റെ മെയിനിൽ കറണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് എന്താണോ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് അത് കവർ ചെയ്ത് പോലാണ് ഇമ്പോർട്ടന്റ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ഷെഡ്യൂളും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഷെഡ്യൂൾ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാവും നമ്മൾ ഓരോ സബ്ജക്റ്റ് എടുക്കുന്നു, ആ സബ്ജക്റ്റിലെ പ്രയോറിറ്റൈസ്ഡ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തീംസ് അതിന്റെ ഓർഡറിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? കവർ ചെയ്യുന്നു. ഇതായിരിക്കും നമ്മൾ പ്രിലിംസ് ദുരന്തത്തിനകത്ത് നമ്മൾ ഒരു ഐഡിയോളജി ആയിട്ട് ഉപയോഗിക്കുക. ഓക്കെ. വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളത് കണ്ടന്റ് മാത്രം ഡെലിവർ ചെയ്യുന്നത്, അതോ ഇത് പ്രാക്ടിക്കൽ ആയിട്ട് നമ്മൾ ഇവരെ ചെയ്യിപ്പിക്കുന്നുണ്ടോ ഒരു എക്സാക്ട് അറ്റ്മോസ്ഫിയറിൽ? ഓക്കെ, ഇത്രയും കണ്ടന്റ് ഡെലിവർ ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല. ഓക്കെ, കാരണം ഒരു വർഷം കോച്ചിങ് കഴിഞ്ഞ് സ്റ്റുഡൻസ് നമ്മൾ 70 ദിവസം കൊണ്ട് കൺസോളിഡേറ്റ് ആയിട്ട് വളരെ ക്രിസ്പ് ആയിട്ട് കൊടുക്കുന്ന കണ്ടന്റ് ആണ് ഇത്. ഇതിങ്ങനെ പ്രാക്ടിക്കൽ ആയിട്ട് അവരെങ്കിലും നിങ്ങൾ ചെയ്യിപ്പിക്കും? അതിനുള്ള എക്സാംസോ കാര്യങ്ങളോ സെക്ഷൻ വൈസോ എന്താണ് ഫെസിലിറ്റി? നമ്മളിവിടെ ഒരുക്കാൻ ശ്രമിക്കുന്നത് ഒരു സിസ്റ്റമാണ്. കണ്ടന്റ് ഡെലിവറി ചെയ്താൽ നമുക്കും അറിയാം, ആസ് മെന്റേഴ്സ് നമുക്കും അറിയാം നമ്മുടെ ഫ്രണ്ടിൽ വരുന്ന സ്റ്റുഡൻസിന് സത്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, അത് ഔട്ട്പുട്ട് കിട്ടൂല എന്നുള്ളത്. സോ വി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് പ്രോബ്ലം. അപ്പൊ അതിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സാധനം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനീഷ്യലി നിങ്ങൾക്ക് ഒരു ബേസ് കോണ്ടന്റ് കിട്ടണം. ആ ബേസ് കോണ്ടന്റിന് നിങ്ങൾ എന്ത് ചെയ്യുന്നു? പഠിക്കുന്നു. അപ്പം നമ്മുടെ ആദ്യത്തെ 10 ദിവസത്തെ ക്ലാസ് ഈ നോമ്പും അതുപോലെ സിനാരിയോസ് കാരണം രാവിലെ ആണെങ്കിൽ 22-ാം തീയതി തൊട്ടുള്ള ക്ലാസ്, പെരുന്നാളിന് ശേഷമുള്ള 22-ാം തീയതി തൊട്ടുള്ള ക്ലാസ് നമ്മൾ വൈകിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിനൊരു പ്രൈമറി കാരണം എന്താണ്? നിങ്ങൾക്ക് ഡേ ലോങ് നിങ്ങൾക്ക് എന്ത് കിട്ടണം? പഠിക്കാനുള്ള സമയം കിട്ടണം. ഓക്കെ, അപ്പൊ നിങ്ങൾ മോർണിംഗ് എണീക്കുന്നു, എണീച്ച ശേഷം കുറച്ച് CSAT പ്രാക്ടീസ് ചെയ്യുന്നു. അതിനുശേഷം നിങ്ങൾക്ക് ഫുൾ GS-ലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം? പഠിക്കാൻ പറ്റണം. വൈകിട്ട് നിങ്ങൾ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോവാ, അല്ലെങ്കിൽ നമ്മുടെ ഓൺലൈൻ ഇതിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾ എന്ത് ചെയ്യുന്നു? 3 to 4 hours നിങ്ങൾ നിങ്ങളുടെ സെഷനിൽ എന്ത് ചെയ്യുന്നു? അറ്റൻഡ് ചെയ്യുന്നു. ആ സെഷൻ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബേസിക്കലി ആ ബേസിക് ക്രിസ്പ് കണ്ടന്റ് എന്ത് ചെയ്യുന്നു? കിട്ടുന്നു. ഒപ്പം തന്നെ നിങ്ങൾ ക്ലാസ്സിൽ തന്നെ നിങ്ങൾ എന്ത് ഉദ്ദേശിക്കുന്നുണ്ട്? PYQs നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ലൈവ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? സോൾവ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഇറ്റ് ഈസ് ഇന്റഗ്രേറ്റഡ് വിത്ത് ദി ബേസിക്സ്. നോ, വി ആർ നോട്ട് സ്റ്റോപ്പിംഗ് ദെയർ. ഒപ്പം തന്നെ നിങ്ങളുടെ സെക്ഷണൽ ടെസ്റ്റുകൾ അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ സബ്ജക്ട് വൈസ് തീർത്ത് പോകുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏൻഷ്യൻ മീഡിയവൽ ആർട്ട് ആൻഡ് കൾച്ചർ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഗാലന്റ് IASന്റെ ടെസ്റ്റ് സീരീസ് ഏൻഷ്യൻ മീഡിയവലും ആർട്ട് ആൻഡ് കൾച്ചറും മീഡിയവലിന്റെയും 300 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പ്രാക്ടീസ് ചെയ്യാം. വാട്ട് മോർ, നിങ്ങൾ കണ്ടന്റ് പഠിച്ചു, നിങ്ങൾ അതിന്റെ PYQs പ്രാക്ടീസ് ചെയ്തു, പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഒരു സെക്ഷണൽ ടെസ്റ്റ് എന്ത് ചെയ്യുന്നു? അതിനോട് യോജിച്ച് എന്ത് ചെയ്യുന്നു? അറ്റംപ്റ്റ് ചെയ്യുന്നു. സോ വിത്ത് ദാറ്റ് സ്റ്റഡി, പ്രാക്ടീസ് ആൻഡ് കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുമ്പോൾ ആ ചാപ്റ്ററിന്റെ ഫുൾ സൈക്കിൾ എന്താവുന്നു? കംപ്ലീറ്റ് ആവുന്നു. ഇതായിരുന്നു നമ്മൾ പ്രിലിംസ് ദുരന്തത്തിലെ ഒരു പ്രാക്ടീസ് മെക്കാനിസത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്ന ഉദ്ദേശിക്കുന്നത്. ഒരു പോയിന്റ് ഇവിടെ ആഡ് ചെയ്തോട്ടെ. ഒരു പോയിന്റ് ഇവിടെ നമ്മുടെ ഓപ്പൺ ടെസ്റ്റുകൾ, നമ്മുടെ ഫുൾ ടെസ്റ്റ്, ഓപ്പൺ ടെസ്റ്റ് അല്ല, നമ്മുടെ ഫുൾ ടെസ്റ്റുകൾ, അതിന്റെ കൂടെ ആക്സസ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു? സോ ഒരു ഏപ്രിൽ മാസത്തിലാണ് നമ്മുടെ ഫുൾ ടെസ്റ്റ് വരിക. ആ ഫുൾ ടെസ്റ്റിൽ ഓരോ ആഴ്ച നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓരോ സബ്ജക്റ്റും പഠിച്ച് തീരുമ്പോഴുള്ള പ്രോഗ്രസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് അലൈൻ ചെയ്തിട്ടാണ് ക്ലബ് ചെയ്തിട്ടാണ് നമ്മൾ ഓഫർ ചെയ്യുന്നത്. ഓക്കെ. പിന്നെ എൻ്റെ ഒരു ഡൗട്ട് എന്ന് വെച്ചാൽ ഇത് ആർക്ക് വേണ്ടിയാണ് ഈ പ്രോഗ്രാം? നമ്മൾ ആരെയാണ് ഇത് ഉദ്ദേശിക്കുന്നത്? 2 തരത്തിലാണ് നമുക്കിപ്പോ പ്രിപ്പറേഷൻ വൈസ് നമുക്ക് സ്റ്റുഡൻസ് കാര്യങ്ങൾ. നമ്മളും പഠിച്ചവരാണ്. മെയ് മാർച്ച് മാസം ഏപ്രിൽ മാസമൊക്കെ ആകുമ്പോൾ നമുക്ക് 2 തരത്തിലുള്ള ആൾക്കാരെയാണ് നമുക്ക് നമ്മുടെ ചുറ്റും നമ്മുടെ ഫ്രണ്ട്സിന്റെ രൂപത്തിലും കാണാം, നമ്മളും കാണാം. ഒന്നില്ലെങ്കിൽ കൺസിഡറബിളി ഓക്കെ ആയിട്ട് പ്രിപ്പറേഷൻ പോകുന്നവർ, അവർക്ക് വേറെ അസിസ്റ്റൻസ് ഒന്നും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ കൃത്യമായിട്ട് അവർക്ക് ബേസിക്സ് കവേർഡ് ആണ്. അല്ലെങ്കിൽ ഒരു തവണ പ്രിലിംസ് ക്വാളിഫൈ ചെയ്തവർ, അപ്പൊ അവർക്ക് ആ ഒരു കോൺഫിഡൻസ് ഫാക്ടർ കൂടെ ഉണ്ടാവും. ഓക്കെ, അവരെ സംബന്ധിച്ചോളം അവർക്ക് ഈ പ്രോഗ്രാമിനെ കണക്കാക്കാൻ പറ്റുക ഒരു ബേസിക് റിവിഷൻ ആയിട്ടാണ്. ഓക്കെ, അതായത് നിങ്ങൾ ക്വിക്ക് റിവിഷൻ ആയിട്ട് അവരെ സംബന്ധിച്ചോളം ഇത് ഹൈലി ബെനിഫിഷ്യൽ ആയിരിക്കും. കാരണം എന്താ വെച്ചാൽ പെട്ടെന്ന്, കാരണം നമ്മൾ ചിലപ്പോൾ നാഷണൽ ഇൻകം നമുക്ക് വേണമെങ്കിൽ 1 ദിവസം പഠിക്കാം, 2 ദിവസം പഠിക്കാം, ഒരാഴ്ചയും പഠിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 2 മണിക്കൂറിലും പഠിക്കാം. കാരണം എന്തുകൊണ്ടാണ്? നാഷണൽ ഇൻകം എടുക്കുകയാണ്, നമ്മൾ എന്തൊക്കെ പഠിക്കണം? GDP-നെ പറ്റി പഠിക്കണം, GNP-നെ പറ്റി പഠിക്കണം, ബേസ് ഇയറിനെ പറ്റി പഠിക്കണം, GDP ഡിഫ്ലേറ്ററിനെ പറ്റി പഠിക്കണം. അതുപോലെ തന്നെ നമ്മൾ എന്താണ് പുതിയ മെഷർമെന്റ് മെക്കാനിസത്തിനെ പറ്റി പഠിക്കണം, അതിന്റെ മെത്തഡോളജിനെ പറ്റി പഠിക്കണം. ഇത്രേ നമുക്ക് പഠിക്കാനുള്ളൂ. ഇത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺസെപ്ഷ്യലി മറ്റ് ഒരുപാട് നേരം റിസർച്ച് ഒക്കെ ചെയ്ത് ഒരാഴ്ചയും കൊണ്ടും പഠിക്കാം. 2 മണിക്കൂറിലെ കവർ ചെയ്ത് അതിന്റെ PYQ കവർ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇന്റലിജൻഷ്യലി കവർ ചെയ്യാൻ പറ്റും. സോ ബേസിക്കലി നമ്മൾ എന്താ ചെയ്യുന്നത്? ആ റിവിഷൻ ക്ലാസ് കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ ആ ബേസിക്സ് എന്താണ് കവേർഡ് ആണ്. രണ്ടാമത്തെ ഒരു കൂട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈലി ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ളവരായിരിക്കും. കാരണം ഒരു വർഷം അവർക്ക് കൈ കിട്ടി, പക്ഷെ ഇതൊക്കെ ആയിട്ട് എന്ത് ചെയ്തു പോയി? എവിടെയോ പാളിപ്പോയി. വർക്ക് ചെയ്തു ഗെയിം,
എവിടെ വർക്ക് ചെയ്തോ വർക്ക് ചെയ്തിട്ടുണ്ട്, എന്നാൽ എന്തായാലും ടാർഗറ്റ് ആയിട്ടൊരു എന്ത് കിട്ടുന്നില്ല, അപ്രോച്ച് കിട്ടില്ല. അവരെ push വേണം അവർക്ക്. പുഷ് വേണം. എക്സാക്ട്ലി ദാറ്റ് വർക്ക് ഇസ് പുഷ് ആണ് അതിന്റെ വാക്ക്. അവരെ സംബന്ധിച്ചോളം അവർക്ക് വേണ്ടത് അടുത്ത 70 ദിവസത്തെ റിലൻലെസ് ആയിട്ടുള്ള വർക്കിംഗ് ആണ്. അവർക്ക് ഒരു സിസ്റ്റത്തിന്റെ അകത്ത് റിലൻസ്, അത് അവർക്കായി എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ചിന്തിക്കേണ്ടി പ്ലാൻ വരും. ഉണ്ടാക്കി ഒരു അതിനകത്ത് ഇരുന്ന് plan, സിസ്റ്റം സെറ്റ് system ചെയ്ത് വെക്കേണ്ട വരും. നമ്മളായിട്ട് സിസ്റ്റം ഇന്റഗ്രേറ്റ് ചെയ്ത് അവർ കൊടുക്കുക. മാത്രമല്ല നമ്മളിവിടെ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ളവരാണ്. അവർക്ക് ക്ലാസ്സിൽ വരുന്നവർക്ക് നേരിട്ട് നമ്മളായിട്ട് സംസാരിക്കാം. നേരിട്ട് സംസാരിച്ച് 1-on-1 മെന്റർഷിപ്പ് എടുത്തുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ ഫുള്ളി പാക്ഡ് ആണ്. ഫുള്ളി ജോയിൻ ചെയ്യേണ്ട ആവശ്യം മാത്രം. കഴിഞ്ഞ ഈ ലാസ്റ്റ് 2-3 മാസങ്ങളിൽ നമ്മളൊരു സിസ്റ്റത്തിലേക്ക് പോകുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അല്ലെങ്കിൽ നമുക്ക് ഡൈവർജന്റ് ആയിട്ടുള്ള തോട്ട്സ് വരാം, അതുപോലെ തന്നെ കോൺഫിഡൻസിനെ ബാധിക്കാം. അപ്പൊ അങ്ങനെയുള്ള കൺസിസ്റ്റൻസിനെ ബാധിക്കാം. സോ നമ്മളിവിടെ ഉണ്ട്, നമ്മളായിട്ട് ഇന്ററാക്ട് ചെയ്യാം. നമ്മളും കണ്ടിട്ടുണ്ടെന്ന് വെച്ചാൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന സ്റ്റുഡൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ടിവലി ക്വസ്റ്റ്യൻ ചെയ്ത്, എങ്ങനെയാ ആക്ടിവലി ക്വസ്റ്റ്യൻ ചെയ്യാന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യൽ മാത്രമല്ല, നമ്മളോട് വന്നിരുന്ന് സംസാരിച്ച് ഇതെങ്ങനെയാണ് റെക്ടിഫൈ ചെയ്യേണ്ടത്. ദ മോർ യു ക്വസ്റ്റ്യൻ ദ മോർ യു ഗെറ്റ് ക്ലാരിറ്റി. അതായത് ആൽബർട്ട് ഐൻസ്റ്റൈൻ അങ്ങനെ എന്തോണോ അവർ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഇൻട്രോസ്പെക്റ്റും റോട്രോസ്പെക്റ്റും ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, കൂടുതലായിട്ട് എന്ത് ചെയ്യുക, ബെറ്റർ ആവുക. അപ്പോൾ നമ്മളായിട്ട് ഇവിടെ ഒന്ന് സംസാരിക്കാൻ 1-on-1 മെന്റർഷിപ്പ് എന്ന രീതിയിൽ, സോ ഒരു എക്കോ സിസ്റ്റം എന്ന രീതിയിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. സോ അതാണ് ജനറലി ഈ രണ്ടാമത്തെ കാറ്റഗറിയിലുള്ളവരെ സംബന്ധിച്ചോളം ഇതായിട്ടുള്ളവർ. ഓക്കെ, വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാവർക്കും എല്ലാ സബ്ജക്റ്റും സ്ട്രോങ് അല്ല. എല്ലാവർക്കും കുറച്ച് സബ്ജക്റ്റാ സ്ട്രോങ്ങും വീക്ക് ഉണ്ടാവുള്ളൂ. ഇത് നമ്മൾ എങ്ങനെ കസ്റ്റമൈസ് ചെയ്യവർക്ക്? അതായത് ഇപ്പൊ എല്ലാ ക്ലാസ്സും എല്ലാവർക്കും വേണം നിർബന്ധം പിടിക്കാൻ പറ്റില്ല. ചിലർക്ക് പൊളിറ്റി വീക്ക് ആയിരിക്കും, ചിലർക്ക് എക്കണോമിക്സ് വീക്ക് ആയിരിക്കും, ബാക്കി സബ്ജക്റ്റ് സ്ട്രോങ് ആയിരിക്കും. അപ്പം ഇതിൽ നമ്മൾ എന്ത് സൊല്യൂഷനെ കൊണ്ടുവന്നിരിക്കുന്നത്? ഇപ്പം ഒരാൾ ഇതിനകത്ത് ക്ലാസ് ചേർന്നിട്ട് എല്ലാ ക്ലാസ്സും അറ്റൻഡ് ചെയ്തേ പറ്റുള്ളൂ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. കാരണം ഒബ്വിയസ്ലി സ്ട്രെങ്ത് വീക്ക്നെസ്സുകൾ നല്ല ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ റേസ് ചെയ്തത്. അതൊക്കെ പറഞ്ഞു നന്നായി. ഞാൻ ആ 2 കാറ്റഗറി പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഈ ഒരു കാറ്റഗറിനെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ മൂന്നാമത്തെ കാറ്റഗറിയിലുള്ളവർക്ക് സംബന്ധിച്ചോളം അവർക്ക് വീക്കാന്ന് തോന്നുന്ന വിഷയത്തിന്റെ ടൈം ടേബിളിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കസ്റ്റമൈസ് ചെയ്യാം. അതായത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സബ്ജക്ട് വൈസ് ആയിട്ടൊരു കോഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ അന്നേ ദിവസം ആ ഒരു 7-8 ദിവസം നിങ്ങൾ എന്തിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുക, ആ സബ്ജക്റ്റിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഒരു പ്രോബ്ലം ഉണ്ട്, ആ ആസ്പിറൻസ് ആണ് ഏറ്റവും നല്ല ആസ്പിറൻസ്. കാരണം എന്തുകൊണ്ട് അറിയോ, അവരവരുടെ വീക്ക്നെസ് എന്താണ് എടുക്കണ്ടെന്ന് മനസ്സിലായി. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ ഷെഡ്യൂൾ നോക്കുക. ആ ഷെഡ്യൂളിൽ ഏത് ദിവസമാണോ ആ ടോപ്പിക്ക് വരുന്നത്, ആ ദിവസങ്ങൾ നിങ്ങൾ എന്തിനു വേണ്ടി കസ്റ്റമൈസ് ചെയ്ത് പാക്ക് ചെയ്യുക. നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. നമുക്കും ഒന്ന് ആദ്യമേ നമുക്ക് പ്രയർ ആയിട്ടൊന്ന് ഇരിക്കാം, എങ്ങനെയാണ് നമുക്കൊന്ന് ഇരിക്കാം, നമുക്കൊന്ന് മെന്റർഷിപ്പിൽ ഇരുന്നിട്ട് നമുക്ക് മനസ്സിലാക്കാം എവിടെയാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ചില കുട്ടികൾ നമ്മൾ പൊളിറ്റിയുടെ മെന്റർഷിപ്പിനൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ ജനറലി മനസ്സിലാക്കി ഫസ്റ്റ് പാർട്ട് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. കാരണം ജനറലി എല്ലാ ടീച്ചർമാരും പഠിപ്പിക്കുമ്പോഴാണ് ഫസ്റ്റ് പാർട്ട് നന്നായിട്ട് പഠിപ്പിക്കും. അതായത് നമ്മുടെ പ്രിയാമ്പിള്, യൂണിയൻ സ്റ്റേറ്റ് സിറ്റിസൺഷിപ്പ്, ഫണ്ടമെന്റൽ റൈറ്റ്സ്, DPSP നന്നായി പഠിക്കും. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ദ സെക്കൻഡ് പാർട്ട് അവർ എന്തായിരിക്കില്ല, സ്ട്രോങ് ആയിരിക്കില്ല. പാർലമെന്റ്, എക്സിക്യൂട്ടീവ്. പക്ഷെ ക്വസ്റ്റ്യൻ വരുമ്പോൾ എവിടുന്നാ വരിക, രണ്ടാമത്തെ പാർട്ടിനാണ് വരിക, അതായത് നമ്മുടെ സ്ട്രക്ചറൽ പാർട്ടിനാണ് വരിക. സോ അതായിരിക്കും ചിലപ്പോൾ അവർക്ക് എന്ത് ചെയ്യേണ്ടത്, പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത്. സോ ആ പ്രയോറിറ്റൈസേഷൻ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ അകത്ത് ചെയ്യാൻ പറ്റും. ആ സബ്ജക്റ്റ് എന്ന രീതിയിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ സബ്ജക്ട് വൈസ് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യണോ, സബ്ജക്ട് വൈസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അന്നേ ആ വീക്കിലെ ആ ദിവസങ്ങൾ നിങ്ങൾ എന്തിനു വേണ്ടി റിസർവ് ചെയ്ത് വെച്ചാൽ മതി, ആ സബ്ജക്റ്റിന് വേണ്ടി റിസർവ് ചെയ്താൽ മതി. ഓൾ യു ഹാവ് ടു ഡു ഇസ് ദാറ്റ് മച്ച്. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് കവർ ചെയ്യാൻ പറ്റും. ഓക്കെ സർ, താങ്ക് യു സോ മച്ച്. സോ ഇതാണ് നമ്മുടെ ദുരന്തർ പ്രോഗ്രാം. ഒരു ഓവറോൾ ബ്രീഫിംഗ് ആണ് നിങ്ങൾ തന്നത്. ഓക്കെ, എന്താണ് ഈ പ്രോഗ്രാം, ആർക്ക് വേണ്ടിയാണ് ഈ പ്രോഗ്രാം, എങ്ങനെയാണ് ഇതിന്റെ സ്ട്രക്ചറൽ പാർട്ട്. സോ ഈ വീഡിയോ കാണുന്ന സ്റ്റുഡൻസിന് നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങൾ ഈ പറഞ്ഞ ഏത് സ്റ്റേജിലാണ് നിങ്ങളുള്ളത്. സോ അതിനനുസരിച്ച് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്ട്രെങ്തൻ ചെയ്യാം. സോ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് എവറിത്തിങ്. കൂടുതൽ വിവരങ്ങൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. അതിനകത്ത് PDF-ഉം ഡീറ്റെയിൽഡ് ഷെഡ്യൂളും എല്ലാം ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇവ ഞങ്ങൾ ടെലഗ്രാം ഗ്രൂപ്പിലും അതുണ്ടായിരിക്കും. സോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ഓക്കെ, താങ്ക് യു എവരിവൺ. താങ്ക് യു. Gallant IAS, chasing your passion to ace.